വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിലോ കഴിയുന്നവനായി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ് ഈ വചന രംഗം. ഭാവിയെക്കുറിച്ചുള്ള പ്രവാചക ദർശനം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ പ്രേരക ശക്തിയായി നിലകൊള്ളുന്നു. യുഗാന്ത്യോന്മതമായ പ്രബോധനങ്ങളുടെ ശാഖയിൽപ്പെട്ടതാണ് ഈ വചനഭാഗം. മനുഷ്യപുത്രനും ചെറിയ സഹോദരന്മാരും തമ്മിലുള്ള അഗാധമായ ബന്ധം ഈ വചനഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മനുഷ്യപുത്രൻ, യേശു തന്നെക്കുറിച്ച് തന്നെ സൂചിപ്പിക്കുവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മനുഷ്യപുത്രൻ എന്ന വിശേഷണം. യേശുവിനെ അനുഗമിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച നിയമജ്ഞനോട് യേശു മറുപടി പറയുമ്പോൾ മനുഷ്യപുത്രന് തലചായ്ക്കുവാനിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശക്കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ മണ്ണിൽ ഇടമില്ല. തന്നെക്കുറിച്ച് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്. ജനിച്ചപ്പോൾ സ്ഥലമില്ല, ജീവിച്ചപ്പോൾ സ്ഥലമില്ല, മരിക്കുവാൻ സ്ഥലമില്ല, അടക്കം ചെയ്യപ്പെടുവാൻ സ്ഥലമില്ല. എല്ലാം മറ്റുള്ളവരുടെ സ്ഥലത്താണ് അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റിയത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇതേ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ട്,
അവൻ ശാപത്തിൻ്റെയും കർത്താവാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ഏറ്റവും രക്ഷാകരമായ ചിന്ത ഈ മനുഷ്യപുത്രൻ തന്നെയാണ് യുഗാന്ത്യത്തിൽ വിധികർത്താവായും വരുന്നത് എന്നുള്ളതാണ്. ആദിമസഭയിൽ യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യപുത്രൻ എന്ന സംജ്ഞയിൽ അത് മത്തായി സുവിശേഷകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനതകൾ സാർവത്രിക സ്വഭാവമുള്ളതാണ്. അന്ത്യവിധിയിൽ പരാമർശിക്കുന്ന എല്ലാ ജനതകളും എന്ന പദപ്രയോഗം കളകളുടെയും കടലിലെറിയപ്പെട്ട വലയുടെയും ഉപമയിൽ നന്മയും തിന്മയും തമ്മിലുള്ള സഹവാസത്തിൻ്റെ ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് നീതിമാന്മാരോടുകൂടി എന്നും സഹവസിക്കുവാനാവില്ല എന്നും യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുഗാന്ത്യത്തിൽ അന്തിമമായ വേർതിരിക്കൽ ഉണ്ടാകും. ദുഷ്ടർ ശിക്ഷിക്കപ്പെടും, നീതിമാന്മാർ സ്വർഗരാജ്യം അവകാശമാക്കും. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നവർ നിത്യശിക്ഷയിലേക്ക് തള്ളപ്പെടും എന്നുള്ള സൂചനയും നാം കാണുന്നുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവർ ദൈവകോപത്തിൽ നിന്ന് ഓടിയകലുവാൻ സ്നാപകയോഹന്നാൻ മുന്നറിയിപ്പ് നൽകി. വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടിയകലുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവിൻ എന്നുള്ള സന്ദേശവുമായിട്ടാണല്ലോ സ്നാപകയോഹന്നാൻ കടന്നു വരുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപഹേതുക്കളെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നതായി മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രശോഭിക്കും. യേശു പഠിപ്പിച്ച നീതിയുടെയും ധാർമ്മികതയുടെയും അവിഭാജ്യ ഘടകമാണ് ശിക്ഷാവിധി. ശിക്ഷ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ധാർമ്മികതയെക്കുറിച്ചോ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചോ യേശു പഠിപ്പിക്കുമായിരുന്നില്ല. അതിനാൽ നിത്യശിക്ഷ ഒരു മിഥ്യയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ചെറിയവർക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന മാലാഖമാർ തന്നെയായിരിക്കും വിധി ദിവസത്തിൽ ദുഷ്ടനെയും ശിഷ്ടനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ സ്വർഗരാജ്യ പ്രവേശനം, അതിൻ്റെ നിരാകരണം, ഇവയെല്ലാം സംഭവിക്കുന്നത് 6 ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്രകാരം നാം ഏർപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എടുത്തു പറയുന്ന 6 കാര്യങ്ങൾ ഇപ്പോൾ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നാം കണ്ടത് തന്നെയാണ്. വിശന്നപ്പോൾ ഭക്ഷിക്കുവാൻ തന്നു, ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തന്നു, പരദേശിയായിരുന്നപ്പോൾ സ്വീകരിച്ചു, രോഗിയായിരുന്നപ്പോൾ സന്ദർശിച്ചു, കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സന്ദർശിച്ചു, നഗ്നനായിരുന്നപ്പോൾ വസ്ത്രം നൽകി. മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുമ്പിൽ കണ്ണടയ്ക്കാൻ പാടില്ല. God has provided everything for the need of the people, but not for the greed. മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള നൽകിക്കൊണ്ട് ദൈവം അയക്കുന്നു. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായി, പങ്കുവയ്ക്കലിൻ്റെ പ്രത്യയശാസ്ത്രം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ഫലമായി സമൂഹത്തിൽ ദാരിദ്ര്യം കുടികൊള്ളുന്നു. എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നില്ല. ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ച് ഇല്ലാത്ത രോഗങ്ങളൊക്കെ വിളിച്ചു വരുത്തി. ആവശ്യത്തിലേറെ നീ കഴിക്കുന്ന ഭക്ഷണം നിൻ്റേതല്ല, ഇല്ലാത്തവൻ്റേതാണ്. നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തന്നു. മനുഷ്യൻ്റെ ദാഹം, മാനുഷികമായ ദാഹം, സ്നേഹത്തിൻ്റെ ദാഹം, കരുണയുടെ ഔദാര്യത്തിൻ്റെ ദാഹം ഇന്ന് വർദ്ധിക്കുകയാണ്. കുടിക്കുവാൻ വെള്ളമില്ലാത്ത സാഹചര്യവും നമുക്കറിയാം. കുടിവെള്ളം പോലും
വിഷാംശം കലർത്തി മനുഷ്യനെ നശിപ്പിക്കുവാൻ പരിശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് മനുഷ്യരെക്കുറിച്ചുള്ള ദാഹമാണ്. ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതായിരുന്നുവല്ലോ രക്ഷകൻ്റെ ആഗ്രഹം. ആ ദാഹം ഇന്നും തുടരുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദാഹം, അവൻ്റെ പൂർണ്ണമായ വിമോചനത്തിന് വേണ്ടിയുള്ള ദാഹം ഇന്നും തുടരുകയാണ്. പരദേശിയായിരുന്നു, സ്വീകരിച്ചു. നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ആരും അന്യരോ പരദേശികളോ അല്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് മതത്തിൽപ്പെട്ടവരും ഏത് വർഗത്തിലും വർണ്ണത്തിലും പെട്ടവരും ഏത് മതവിശ്വാസത്തിലുള്ളവരും എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളൊക്കെ അന്യരല്ല. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ വന്യനാമത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവരാജ്യത്തിന് അവകാശികളാണ്. ആരും അന്യരല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, സഹോദരങ്ങളെന്നുള്ള നിലയിൽ ഈ രാജ്യത്തിലെ അവകാശികളാണ്, ഈ ലോകത്തിലെ അവകാശികളാണ്. അക്കാരണത്താൽ ആരെയും അവഗണിക്കുവാൻ പാടില്ല. കടന്നുവരുന്ന അതിഥികളെ സ്വന്തം ഭവനത്തിലെ അംഗങ്ങളായി കാണുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. രോഗിയായിരുന്നപ്പോൾ സന്ദർശിച്ചു. വിളിച്ചു വരുത്തുന്ന രോഗങ്ങളും വന്നു കയറുന്ന രോഗങ്ങളും മനുഷ്യനെ രോഗിയാക്കി മാറ്റുകയാണ്. മാനസികമായ രോഗം, ശാരീരികമായ രോഗം ഒക്കെ അവനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക്, രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു ഹെൽത്തി മൈൻഡിന് ഹെൽത്തി ബോഡി എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മളൊക്കെ മാറണം. കാരാഗൃഹത്തിലായിരുന്നു, സന്ദർശിച്ചു. നിരപരാധികളായ നിരവധി ആളുകൾ കുറ്റാരോപിതരായി തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ കുറ്റവാളികളായ ആളുകൾ സ്വൈര്യമായിട്ട് സമൂഹത്തിൽ വീണ്ടും അരാജകത്വം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ കാരാഗൃഹത്തിൽ ആയിരിക്കുന്നവരെ സന്ദർശിക്കുന്നത് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളോടുള്ള പ്രതിബദ്ധത, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാനുള്ള സൗകര്യം, അവരുടെ കുടുംബം നിലനിന്ന് പോകുവാനുള്ള സഹായങ്ങൾ ഒക്കെ എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നഗ്നനായിരുന്നപ്പോൾ വസ്ത്രം നൽകി. മനുഷ്യൻ്റെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഒക്കെ. ഇന്ന് ആവശ്യത്തിലേറെ ധൂർത്തിൻ്റെ പേരിൽ വസ്ത്രങ്ങളൊക്കെ കുന്നുകൂട്ടി വാങ്ങി വയ്ക്കുന്ന സാഹചര്യത്തിൽ ജന്മദിനത്തിൻ്റെയും മറ്റ് ആഘോഷങ്ങളുടെയും ഒക്കെ പേരിൽ ധൂർത്ത് കാണിക്കുന്ന പശ്ചാത്തലത്തിൽ അത്യാവശ്യമായ വസ്ത്രമില്ലാതെ കഴിയുന്ന ആളുകളും നമ്മുടെ രാജ്യത്തിലുണ്ട്. അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇരുമ്പും തുരുമ്പുമെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. എവിടെയാണോ നിൻ്റെ നിക്ഷേപം അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെന്ന അവനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? ഒരു സംശയവുമില്ല. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല, വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വാങ്ങുകയും ചെയ്തു. എന്തൊരു അനീതിയും ക്രൂരതയുമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരുണ്യപ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ അടയാളങ്ങളാണ്. യേശുവിൻ്റെ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ഈ നന്മകൾ അല്ലെങ്കിൽ അവയുടെ നിഷേധം, അത് തന്നോട് തന്നെ കാണിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തികൾ മാത്രമാണോ? ന്യായവിധിയുടെ മാനദണ്ഡം, മാനസാന്തരത്തിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനുസരണം, ഹൃദയശുദ്ധി, എളിമ, കുരിശു വഹിക്കുവാനുള്ള ആ ഒരു മനോഭാവം, അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം,
ഇതൊക്കെയാണ് നമ്മെ കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ദൈവസന്നിധിയിലുള്ള വില എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മെ അത് കൂടുതൽ സഹായത്തിലേക്ക് നയിക്കും. ദരിദ്രരോടുള്ള കാരുണ്യം തന്നോട് കാണിക്കുന്ന കാരുണ്യമാണെന്നും അവരോട് കാണിക്കാതിരിക്കുന്ന കാരുണ്യം തന്നോട് കാണിക്കാതിരിക്കുന്നതിന് തുല്യമാണെന്നും ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളുടെ പ്രചോദനം എന്നും കാരുണ്യം തന്നെയായ ദൈവം മാത്രമാണ്. ഈ അവസരത്തിലാണ് മനുഷ്യ സമൂഹത്തിൽ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാരുണ്യം നൽകിക്കൊണ്ട് വിശുദ്ധയായി മാറുന്ന മദർ തെരേസയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. 1910 ഓഗസ്റ്റ് മാസം 26 യുഗോസ്ലോവിയയിലെ അൽബേനിയയിൽ സ്കോപ്ജെ, ഇന്നത്തെ മാസിഡോണിയയുടെ ക്യാപിറ്റലാണത്, അവിടെയാണ് മദർ തെരേസ ജനിക്കുന്നത്. അന്ന് വിളിക്കപ്പെട്ടിരുന്നത് ആഗ്നസ് എന്നാണ്. അതിൻ്റെ ഫുൾ പേര് അഞ്ഞേസെ ഗോഗ്സെ ബൊജാക്സ്യു. അങ്ങനെ വിശാലമായ ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചുരുക്കത്തിൽ ആഗ്നസ് എന്ന് വിളിച്ചിരുന്നു. മാതാപിതാക്കൾ നൊക്കോളെ ബൊജാഗ്യു, ഡനാഫിലെ ബൊജായു, അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്ന്, നൊക്കോളയിൽ നിന്നും ഡനാഫിലയിൽ നിന്നും ജനിച്ച ഈ മകൾ ലോററ്റോ ആബിയിൽ വിദ്യാഭ്യാസം നടത്തി. 8ാമത്തെ വയസ്സിൽ പിതാവ് നിക്കോള മരിച്ചപ്പോൾ മാതാവ് റോസ ആഗ്നസിനെ മാതൃകാ ക്രിസ്ത്യാനിയായി സത്യവിശ്വാസത്തിൽ വളർത്തി. ഇടവക ശുശ്രൂഷയിൽ അവൾ വ്യാപൃതയായിരുന്നു. 12ാമത്തെ വയസ്സിൽ തന്നെ ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കുന്നു എന്ന ബോധ്യം അവൾക്കുണ്ടായി. 1928 ഉറ്റവരെയും ഉടനെയുള്ളവരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് കടന്നു വരികയാണ്. 1929 ജനുവരി മാസം 6 ദനഹ പെരുന്നാൾ ദിവസം മദർ തെരേസ ഭാരതത്തിലെത്തുന്നു. 1931 ആദ്യത്തെ വ്രതം നടത്തിക്കൊണ്ട് ലിസ്യുവിലെ തെരേസയുടെ നാമം സ്വീകരിച്ച് സിസ്റ്റേഴ്സ് ഓഫ് ലോററ്റോ സന്യാസിനി സമൂഹത്തിൽ അംഗമായി ചേർന്നു. മഠത്തിനോടടുത്തുള്ള സ്കൂളിൽ ചരിത്രവും ഭൂമിശാസ്ത്രവുമൊക്കെ പഠിപ്പിച്ച് ഒരധ്യാപിക വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വാധീനം, സഹപ്രവർത്തകർക്ക് നൽകുന്ന സ്വാധീനം, അവരുടെ മാതാപിതാക്കളും നാനാജാതി മതസ്ഥരുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്ന് തെളിയിച്ചു. 1937 പൂർണ്ണ സന്യാസിനിയായി അവൾ മാറി. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതത്രയങ്ങളിലൂടെ തമ്പുരാനെ പരിപൂർണമായി അനുധാവനം ചെയ്യുവാൻ, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്തായിട്ടുള്ള ഒരു വ്യക്തിത്വമായി അവൾ മാറുകയാണ്. തമ്പുരാനെ സർവസ്വമായി കണ്ടുകൊണ്ട് അവനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവൾക്ക് 1944 സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി ചുമതലയേറ്റെടുത്തു. 46 സെപ്റ്റംബർ 10 തൻ്റെ വിളിയിലെ വിളി, അതായത് കോൾ വിതിൻ ദ കോൾ, ദൈവം നമ്പുരാൻ തന്നെ പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി വിളിക്കുന്നുവെന്നുള്ള ഉൾവിളി, ഒരു സമർപ്പിതയായിട്ട് സ്വീകരിച്ച വിളിയിൽ നിന്നും കുറേ കൂടെ അതിൻ്റെ പ്രവർത്തന മേഖലകൾ ശക്തിപ്പെടുത്തുവാൻ ഒരു ഉൾവിളി സ്വീകരിക്കുന്നു എന്ന് മദർ തന്നെ പറയുകയാണ്. ഡാർജിലിംഗിലേക്കുള്ള മടക്കയാത്രയിൽ ലോററ്റോ കോൺവെൻറ്റ് ഉപേക്ഷിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ അവൾ തീരുമാനിക്കുകയാണ്. 1948 ഓഗസ്റ്റ് 16 ലോററ്റോ കോൺവെൻറ്റ് അവൾ ഉപേക്ഷിച്ചു. പാറ്റ്നയിലെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രിയിൽ പോയി നേഴ്സിങ്ങിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പരിശീലിച്ച് ഡിസംബർ മാസത്തിൽ കൽക്കട്ടയിലെ തെരുവീതികളിലേക്ക് ഇറങ്ങി വരികയാണ്, വെറും 5 രൂപയുമായി.
തെരുവിൽ അലയുന്ന കുട്ടികളെ പഠിപ്പിച്ച് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹം രൂപീകരിക്കുവാനുള്ള ആഗ്രഹം പരിശുദ്ധ പിതാവ് 12-ാം പീയൂസ് മാർപ്പാപ്പയെ അറിയിക്കുകയും മാർപ്പാപ്പ അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെ 1950 ഒക്ടോബർ മാസം 7-ാം തീയതി പുതിയ സന്യാസിനി സമൂഹം മിഷണറീസ് ഓഫ് ചാരിറ്റി നിലവിൽ വന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൽക്കട്ടയുടെ ചേരികളിൽ തെരേസ പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മല ഹൃദയം എന്ന ഭവനത്തിലൂടെ അനേകർക്ക് ആലംബം നൽകി. ശിശുഭവനം, ശാന്തിഭവനം ഇവയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടും മരിക്കാറായ ആളുകളോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ പരിഗണന കാണിച്ചു. ഈ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകുവാൻ ബ്രദേഴ്സിൻ്റെ ഒരു സമൂഹം 1963 ആരംഭിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തയായി ജീവിച്ച മദർ തെരേസ ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു. ഒരു പ്രാവശ്യം മദറെ, നിങ്ങളുടെ ഉപവയുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ, പ്ലീസ് ഡോണ്ട് കോൾ അസ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, വി ആർ ദ കോണ്ടംപ്ലേറ്റീവ്സ് ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. ഞങ്ങൾ ദിവ്യകാരുണ്യ ആരാധകരാണ്. ഞങ്ങൾ വെറും ഉപവയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല. അൾത്താരയിൽ ആരാധിക്കുന്ന യേശുവിനെ, ഹൃദയത്തിലേക്ക് വരുന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു. ഈ വൃദ്ധരായ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾ കാണുന്നു. ഈ എയ്ഡ്സ് രോഗിയിൽ കാണുന്നു. ഈ കുഷ്ഠരോഗിയിൽ കാണുന്നു. മരണാസന്നരായി കഴിയുന്ന മക്കളിൽ കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണെന്ന മനോഭാവത്തിൽ അമ്മ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നിരവധി അവാർഡുകൾ അമ്മയെ തേടി എത്തുകയാണ്. 62 പത്മശ്രീ അവാർഡ്, വീണ്ടും 62 മാക്സെ അവാർഡ്, 71 ജോൺ 23 സമാധാന സമ്മാനം, കെന്നഡി പ്രൈസ്, നെഹ്റു പ്രൈസ്, ആൽബർട്ട് ഷ്വൈറ്റ്സർ ഇൻ്റർനാഷണൽ അവാർഡ്, നോബൽ സമ്മാനം, ടെമ്പിൾട്ടൺ അവാർഡ്, ഭാരതരത്ന അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ അമ്മയെ തേടിയെത്തുകയായിരുന്നു. 1997 സെപ്റ്റംബർ മാസം 5 87-ാമത്തെ വയസ്സിൽ മദർ തെരേസ തന്നെ നിത്യസമ്മാനത്തിനായി പോയി. ലോകം മുഴുവൻ ഈ അമ്മയെ എത്രത്തോളം ആദരിക്കുന്നു എന്ന് ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഭാരതം ഈ അമ്മയെ ഏറെ ആദരിച്ചു. ദേശീയ ബഹുമതികളോടുകൂടി ഈ അമ്മയുടെ ശവസംസ്കാരം നടത്തി. അമ്മ ഇന്നും ജീവിക്കുകയാണ്. ജീവിത കാലഘട്ടത്തിൽ വിശുദ്ധയായി ജീവിച്ചു, ഇന്നും ജീവിക്കുകയാണ്. 2003 ഒക്ടോബർ 19 ജോൺ പോൾ II മാർപ്പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഈ വരുന്ന സെപ്റ്റംബർ മാസം 4-ാം തീയതി വിശുദ്ധയായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മയെ പ്രഖ്യാപിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമാണ്! അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരധ്യാപികയ്ക്ക്, മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച, ഉപവിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ് എന്ന മനോഭാവത്തിൽ പ്രവർത്തിച്ച അമ്മ ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് ആവേശം പകർന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. 500ഓളം ഭവനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ ഉപയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ അമ്മയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുവാനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ കാഴ്ചവെക്കുവാനും ഇടയാകണം. യമനിൽ അമ്മയുടെ സഹോദരിമാരെ ക്രൂരമായി വധിച്ച സാഹചര്യത്തിൽ സമൂഹസ്ഥ അധ്യക്ഷയായിരുന്ന പരേതയായ മദർ നിർമ്മല പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിമാർ ഒരിക്കലും ഇങ്ങനെയുള്ള മേഖലയിൽ നിന്ന് പിന്മാറില്ല. അവർക്ക് കൂടുതൽ ആവേശമാണ്. അവരെല്ലാം തമ്പുരാന് വേണ്ടി സമർപ്പിച്ച ആളുകളാണ്.
തമ്പുരാൻ്റെ സാന്നിധ്യം ഇങ്ങനെയുള്ള മനുഷ്യരിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഈശ്വര ആരാധനയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക ഞങ്ങളുടെ കടമയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതിബദ്ധതയോടുകൂടിയാണ് മദർ തെരേസയുടെ സഹോദരികൾ ഇന്നും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കാം. എന്നെ നിമിത്ത മനുഷ്യൻ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് അഷ്ടസൗഭാഗ്യത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അമ്മയുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് സ്വർഗീയ ഭവനത്തിൽ നിത്യ ആനന്ദമനുഭവിക്കുമ്പോൾ ഭാരതീയരായ നമ്മെ ലോകമെമ്പാടും കഷ്ടപ്പെടുന്നവരായ മക്കളെ എല്ലാവരെയും തമ്പുരാന് സമർപ്പിക്കുവാൻ ശക്തിയായ ഒരു വിശുദ്ധ നമുക്കുണ്ട് എന്നുള്ള ആ സംതൃപ്തി കൂടുതൽ ഉപവിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, മനുഷ്യത്വപരമായ പ്രവർത്തനം നടത്തുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ.